ഹലോ ഡിയർ ഫ്രണ്ട്സ്, പുതിയൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് റാഗിയും ഗോതമ്പും കൊണ്ട് തയ്യാറാക്കുന്നൊരു ടേസ്റ്റിയായ ദോശയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. 120 ml ഒരു കപ്പിൽ റാഗി എടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതി 60 ml കപ്പിൽ ഗോതമ്പും കൂടി എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ കഴുകി ഉണക്കി വെച്ചതാണ്. നമുക്കിത് ഒരു 6 മണിക്കൂർ കുതിർത്ത് വെക്കാം. രാവിലെ ദോശ ചുടാൻ വേണ്ടി വൈകുന്നേരം നമ്മൾ ഇത് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. അതിന് ശേഷം നമുക്ക് രാവിലെ ഇത് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിത് അടച്ചു വെച്ചിട്ടുണ്ട്. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ഞാൻ ഇത് അരക്കാൻ വേണ്ടി എടുക്കുകയാണ്. നന്നായി കുതിർന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ വെള്ളമൊന്ന് കളഞ്ഞ് വേറെ വെള്ളം എടുത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് വെയിറ്റൊക്കെ കൂടുന്നവർക്ക് ഒന്ന് വെയിറ്റ് കുറയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇതുപോലെ റാഗിയുടെ ഫുഡ് കഴിച്ചാൽ മതി. ഇവിടെ നമ്മളിതിന് മുത്താറി എന്നാണ് പറയുന്നത്. ചെറുതിൽ കുട്ടികൾക്കൊക്കെ മുത്താറിയും ഗോതമ്പുമൊക്കെ നമ്മൾ അരച്ച് പാലിലൊക്കെ കുറുക്ക് ആക്കി കൊടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഈ മുത്താറിയും ഗോതമ്പ് ഇട്ടതിലേക്ക് ഞാനൊരു അരമുറി തേങ്ങ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പും ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്കിതൊന്ന് വെള്ളം ആവശ്യമുള്ളത് കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ദോശ തയ്യാറാക്കാം. ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറഞ്ഞു പോയതുകൊണ്ട് വീണ്ടും കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. കുറച്ചധികം വെള്ളം ചേർത്ത് കൊടുക്കണം. രാവിലെ ചുടുന്നത് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റും ക്രിസ്പിയായ ദോശ കിട്ടാൻ നല്ലതാണ്. ഒരു കപ്പ് വെള്ളം കൂടി അധികം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേഗം തന്നെ ചുട്ടെടുക്കാം. ഞാൻ ഇടുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളെ ഇഷ്ടമായാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യുക. അതുപോലെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. ഇപ്പോൾ ചൂടായ കല്ലിലേക്ക് ഞാൻ ഒരല്പം വെളിച്ചെണ്ണ തൂവി കൊടുത്തിട്ട് ഇത് ചുട്ടെടുക്കാൻ പോകുന്നു. നെയ്യ് ഇഷ്ടമുള്ളവർക്ക് ഇതിൻ്റെ മുകളിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇവിടെ എല്ലാവർക്കും നെയ്യ് അത്ര ഇഷ്ടമല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ നെയ്യ് ഒഴിക്കാതെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ദോശ ചുട്ടെടുക്കാം. ഒന്ന് അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം മുകൾ ഭാഗം വെന്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തിരിച്ചിട്ടിട്ട് ദോശ എടുത്ത് വെക്കാം. ഇതാ പ്ലേറ്റിലേക്ക് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ്, എന്നാൽ കുറച്ചുകൂടി സോഫ്റ്റും ഉണ്ട്. ഗോതമ്പൊക്കെ ഉള്ളതല്ലേ, അതായിരിക്കും. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള ദോശകളും ഞാൻ ചുട്ടെടുക്കുന്നുണ്ട്. റാഗി മുമ്പൊന്നും ഇതുപോലെ എല്ലാവരും ദോശയൊന്നും തയ്യാറാക്കി കഴിക്കാറുണ്ടായിരുന്നില്ല. ഇപ്പോൾ എല്ലാവരും റാഗിയുടെ ദോശ, പുട്ട്, ഇടിയപ്പം അങ്ങനെ പല വെറൈറ്റി ആഹാരങ്ങൾ തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് കടയിൽ നിന്ന് വാങ്ങി കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയതാണ്. ഇനി ഇത് പൊടിക്കാൻ കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് പുട്ടിൻ്റെ വീഡിയോ പുട്ട് ഉണ്ടാക്കിയെടുക്കാം. Oh, thank you for watching my video.